മഹാമൃത്യുഞ്ജയ മൂർത്തിയായി വിരാജിക്കുന്ന ഇളംകുളത്തപ്പൻ. ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇളംകുളത്തപ്പൻ്റെ തിരുനടയിൽ 11ാമത് ശ്രീ മഹാരുദ്രയജ്ഞവും ശ്രീ മഹാശിവപുരാണ യജ്ഞവും നടക്കുകയാണ്. ഓഗസ്റ്റ് 4 തുടങ്ങിയ യജ്ഞം നാളെ ഓഗസ്റ്റ് 15 അവസാനിക്കുകയാണ്. ഓരോ ദിവസവും ശ്രീ മഹാശിവപുരാണ പാരായണ യജ്ഞത്തോടെ യജ്ഞശാലയിൽ അഭിഷേകപ്രിയനായ ശ്രീ മഹാദേവന് മഹാരുദ്ര അഭിഷേകം ഭഗവത്പാദങ്ങളിൽ ഭക്തർക്ക് നേരിട്ട് സമർപ്പിക്കുവാനുള്ള അപൂർവ അവസരമാണിത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ രോഗ ദുരിത പീഡകളിൽ നിന്നും അപമൃത്യുവിൽ നിന്നും സകല പാപങ്ങളിൽ നിന്നും മോചനം സിദ്ധിക്കുവാനും കുടുംബത്തിന് സർവ്വ ഐശ്വര്യം ലഭിക്കുന്നതിനും നമ്മെ പ്രാപ്തരാക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം ജംഗ്ഷനിൽ പ്രധാന പാതയിൽ നിന്ന് കേവലം 50 മീറ്റർ തെക്ക് മാറിയാണ് ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വഴിയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ പേരെഴുതിയ മനോഹരമായ അലങ്കാര ഗോപുരം കാണാം. ചുവന്ന ചായം പൂശിയിരിക്കുന്ന ഈ ഗോപുരത്തിന് മുകളിൽ മഹാദേവന്റെ ഒരു ശില്പം കാണാം. ഇടത് കൈയിൽ ത്രിശൂലവും ധരിച്ച് വലത് കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന രൂപത്തിലുള്ള മഹാദേവന്റെ രൂപമാണിത്. കേരളത്തിൻ്റെ അതിപ്രശസ്തവും പുരാതനവുമായ മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ 1000-ലധികം വർഷത്തെ പഴക്കം ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിനുണ്ട് എന്ന് പറയപ്പെടുന്നു. പണ്ടുകാലത്തൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു നാഗർകാവും കുളവും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്നും കാവിലെ തീർത്ഥം സേവിച്ചാൽ മഹാരോഗങ്ങൾ വരെ മാറിയിരുന്നു എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഋഷിതുല്യനും സിദ്ധനുമായ ഇടയാവണത്ത് മഠത്തിലെ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പൂജ നടത്തിയിരുന്നുവെന്നും ക്ഷേത്രം വരുന്നതിനും വളരെ മുമ്പ് തന്നെ ഇവിടെ ക്ഷേത്രക്കുളം നിലനിന്നിരുന്നുവെന്നും അവിടെയാണ് ക്ഷേത്രത്തിലെ സ്വയംഭൂവായ ശിവലിംഗം ഉത്ഭവിച്ചതെന്നുമാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന്റെ പേരിനെ തന്നെ അന്വർത്ഥമാക്കത്തക്ക തരത്തിൽ 1 ഏക്കറിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന വളരെ വിശാലമായ കുളമാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ളത്. അവിടെ പാറക്കെട്ടുകളോടുകൂടിയതും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതുമാണ് ഈ ക്ഷേത്രക്കുളം. പവിത്രമായ ഗംഗയായിട്ടാണ് ഇവിടെ ക്ഷേത്രക്കുളത്തെ ഭക്തജനങ്ങൾ ആരാധിക്കുന്നത്. മഹാശിവരാത്രി ദിവസം ഗംഗാപൂജാ സങ്കല്പത്തിൽ ക്ഷേത്രക്കുളത്തിൽ ഗംഗാ ആരതി നടത്താറുണ്ട്. ത്രിസന്ധ്യ നേരത്താണ് ഇവിടെ ഗംഗാ ആരതി നടക്കുന്നത്. ഭക്തജനങ്ങൾ നേരിട്ട് ചെയ്യുന്ന പൂജയാണത്. ധാരാളം ഭക്തജനങ്ങൾ അന്നേ ദിവസം ഈ പൂജയിൽ പങ്കെടുക്കുവാറുണ്ട്. ഗംഗാദേവിയെ പ്രീതിപ്പെടുത്തുകയും പൂജിക്കുകയും ചെയ്യുന്നത് പ്രകൃതി ആരാധനയും ഒപ്പം മഹാദേവ പ്രീതിക്ക് കാരണമാവുകയും ചെയ്യുന്നു. മഹാശിവരാത്രി ദിവസം സന്ധ്യയ്ക്ക് മാത്രമേ ഇത് നടക്കാറുള്ളൂ. ഇങ്ങനെ പവിത്രമായ ഗംഗയായി ക്ഷേത്രവാസികൾ സങ്കല്പിക്കുന്ന ഈ കുളത്തിന് നടുവിലാണ് രുദ്രാവതാരമായ ഹനുമാൻ സ്വാമി പടിഞ്ഞാറ് ദർശനമായി മഹാദേവന് അഭിമുഖമായി കുടികൊള്ളുന്നത്. ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിലെ മറ്റനേകം വിശേഷങ്ങൾ ഗോശാല കൃഷ്ണനെക്കുറിച്ചും ത്രിദേവി പ്രതിഷ്ഠകളെക്കുറിച്ചും വിശേഷാൽ പൂജകളെക്കുറിച്ചും ഒക്കെ പറയുവാനുണ്ട്. മന്ത്രയ്ക്കൊപ്പം തുടരുക. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.